വെഞ്ഞാറമൂട്ടിൽ വൈകാരിക രംഗങ്ങൾ. സഹോദരിയെയും കുടുംബാംഗങ്ങളെയും കണ്ട് വിങ്ങിപ്പൊട്ടി അഫാന്റെ അച്ഛൻ. ഖബറുകൾക്ക് മുന്നിൽ തകർന്നിരുന്ന അബ്ദുൽ റഹീം ദമാമിൽ നിന്ന് നാട്ടിലെത്തിയത് രാവിലെ. കേരളത്തിൽ ജാർഖണ്ഡ് ദമ്പതികൾക്ക് ആശ്വാസം. ആശയെയും ഗാലിബിനെയും കൊണ്ടുപോകാതെ ജാർഖണ്ഡ് പോലീസ് മടങ്ങുന്നു. കള്ളക്കേസിൽ കുടുക്കാൻ വന്ന പോലീസിന്റെ മടക്കം കോടതി ഇടപെടലോടെ. പോരാട്ടം തുടർന്ന ആശമാർ. 19ാം ദിവസവും സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരം. നിയമസഭയ്ക്ക് മുന്നിലേക്കും സമരം വ്യാപിപ്പിച്ചേക്കും. സമര നേതാവ് മിനിയെ അധിക്ഷേപിച്ച് CITU നേതാവ്. ബദൽ സമരം തുടർന്ന് CITU. ട്രെയിനിന് മുന്നിൽ ചാടിയ അമ്മയ്ക്കും പെൺമക്കൾക്കും ദാരുണാന്ത്യം. മരിച്ചത് ഏറ്റുമാനൂർ പാറോലിക്കൽ സ്വദേശിയായ ഷൈനിയും മക്കളും. ആത്മഹത്യയ്ക്ക് പിന്നിൽ ഭർത്താവുമായുള്ള പ്രശ്നങ്ങളെന്ന് സൂചന. വിദ്വേഷ പരാമർശ കേസിൽ PC ജോർജിന് ജാമ്യം. ജാമ്യം അനുവദിച്ച് ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതി. ഈരാറ്റുപേട്ടയിലെ തീവ്രവാദത്തിനെതിരെ പോരാട്ടം തുടരുമെന്ന് ഷോൺ ജോർജ്.